ഹായ് ഫ്രണ്ട്സ് കയറിയിട്ട് പോവാം. ജങ്കു വണ്ടി വന്ന് കയറിയിട്ട് പോയിരുന്നു. ഇപ്പം ഹീറോയി ഫാനായിട്ടായിരുന്നല്ലോ, ഉറങ്ങായിരുന്നു. ജങ്കുക്ക് സോങ്സ് കാണാൻ വേണ്ടി ഹീറോയി പോയിരുന്നു റെഡിയായിട്ട്. ജങ്കുക്ക് ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നു ഇങ്ങോട്ട് പാട്ട് പോയി ഡാൻസ് കളിക്കാണ്. ഇതിൽ പാട്ട് വെച്ച് ജങ്കുക്ക് ഡാൻസ് കളിക്കായിരുന്നു. ഡാൻസ് കളിച്ചാൽ യഥാർത്ഥം നോക്കും ഹീറോയിനെ കണ്ടു. ജങ്കുക്ക് നോക്കിയിട്ട് നൃത്തം തുടങ്ങിയായിരുന്നു. എന്നെ നോക്കുന്ന മുഖത്ത് തൂങ്ങുക ഇങ്ങനെ പറഞ്ഞു. ഹീറോയി ജോലിയായിട്ട് എൻജോയ് ചെയ്യുന്നു. ഹീറോയുടെ ഫ്രണ്ട്സും ജോലിയായി എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞായിരുന്നു. കഴിഞ്ഞ ശേഷം ഹീറോയി ജോലി ടയർഡായിരുന്നു, നല്ല ഉറങ്ങായിരുന്നു. സ്കൂൾക്ക് പോയായിരുന്നു. അങ്ങനെ സ്കൂൾക്ക് പറഞ്ഞ ഹീറോയിനെ സ്കൂൾക്ക് ജോലിയായിട്ട് ഫ്രണ്ട്സ് കൂടി ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ല. പിന്നെ ഹീറോയി പറഞ്ഞു, ആ എന്നെ ഫാൻ മീറ്റിംഗ് പോകണടി, ഓട്ടോഗ്രാഫ്. ശരി ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. അതിന് ഓട്ടോഗ്രാഫ് വാങ്ങാൻ വേണ്ടി പോയിരുന്നു. ഹീറോയി ചിരിച്ചിട്ട് ജങ്കുക്കിനെ കാണാൻ പോയിരുന്നു. ജങ്കുക്ക് ഹീറോയിനെ കണ്ട് എല്ലാവരോടും സംസാരിച്ചിട്ട് ജങ്കുക്കിൻ്റെ അടുത്ത് വന്ന ഹീറോയി എൻ്റെ ജങ്കുക്ക് സ്മൈൽ ചെയ്ത് ചിരിച്ചിട്ട് പറഞ്ഞായിരുന്നു. ജങ്കുക്കിനെ കണ്ട് ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. ലാസ്റ്റ് ജങ്കുക്കാണ് ഉള്ളത്. ജങ്കുക്കോട് ഹീറോയി സംസാരിച്ച് കഴിഞ്ഞാൽ ജങ്കുക്ക് സ്മൈൽ ചെയ്ത് ഗിഫ്റ്റ് കൊടുത്ത് ജങ്കുക്ക് നോക്ക് ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. ഹീറോയിന് ഒരു നോക്ക് ചെയ്ത് നോക്കുമായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി നന്നായിട്ടായിരുന്നു, നല്ല ഉറങ്ങാൻ. രാവിലെ ആയി ഹീറോ സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ബായ് മമ്മി എന്ന് പറഞ്ഞ് ഹീറോയി പോയിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയി ക്ലാസ്സിൽ പോയി എത്തിയായിരുന്നു. പിന്നെ ഹീറോയി സോളോ ഫ്രണ്ട്സ് ഇപ്പോൾ ഹീറോയുടെ വീട് നോക്കാം. ഹീറോയി സോളോ ഫ്രണ്ട്സ് കൂടെ ആയിരുന്നു ക്ലാസ് എടുത്ത് കഴിഞ്ഞ്. ഇപ്പോൾ ഹീറോയുടെ വീട്ടിലേക്ക് ഒരു ബ്ലാക്ക് കാർ വന്നായിരുന്നു. അതെ, ബ്ലാക്ക് കാറിൽ ഇറങ്ങിയിട്ട് വന്നായിരുന്നു. അതിലകത്ത് കുറച്ച് 6-7 ബോയ്സ് ഇറങ്ങി വന്ന് അങ്ങനെയായിട്ട് അകത്ത് വന്നായിരുന്നു. അകത്ത് വന്നിരുന്നായിരുന്നു. അങ്ങനെയായിട്ട് അതുമാത്രമല്ല അവരുടെ കൂടെ ഒരാൾ വന്നായിരുന്നു. അതെ, ബാൻഡ് പേടി ആയിരുന്നു. ബാൻഡ് പേടി വന്നായിരുന്നു. ബാൻഡ് പേടിനോട് ജങ്കുക്ക് പറയായിരുന്നു. ജങ്കുക്ക് പറഞ്ഞാൽ ഭയങ്കര ബാൻഡ് പേടി ഭയങ്കര പിടിക്കും. അതേ മാത്രമല്ല ശരിടാ ജങ്കുക്ക് മൊത്തം കാര്യം പറയായിരുന്നു. ബാൻഡ് പേടിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരിടാ നീ അങ്ങനെ ബാൻഡ് പേടി വന്ന് ഹീറോയിൻ്റെ വീട്ടിൽ വന്നായിരുന്നു. എല്ലാ പി ടി സമ്മറിൽ സംസാരിച്ചായിരുന്നു. ഹീറോയിനെ പിടിക്കുമെന്ന് പറയായിരുന്നു. ജങ്കുക്ക് പറയായിരുന്നു. അത് ഹീറോയിൻ മമ്മി ഡാഡിക്ക് ഷോക്കായിരുന്നു. അതുമാത്രമല്ല അത് ഹീറോയിൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ചേട്ടനും മമ്മി കോഫി എന്ന് പറഞ്ഞ് മുഖം ഒരു ഷോക്കായിരുന്നു. എന്താടാ ഷോക്കാന്ന് ഹീറോയിന് ഇവരെ പറയുന്നത് ഹീറോയിൻ മമ്മിക്ക് ഡാഡിക്ക് മനസ്സിലായില്ല. കുറച്ച് മനസ്സിലായിരുന്നു. അതുമാത്രമല്ല അവരുടെ കൂടെ ഒരു ട്രാൻസ്ലേറ്റർ ഉണ്ടായിരുന്നു. അതൊരു ബോയാണ് എല്ലാ കാര്യം പറയുന്നത്. അവർ ഇന്ത്യനാണ്, ഇവിടെ ഉള്ളതാണ്. ശരി ഓക്കെ എന്ന് പറയായിരുന്നു. ഒരു ലാംഗ്വേജ് നന്നായിട്ട് അറിയും, മലയാളമാണ്. ശരി ഓക്കെ എന്ന് പറയുന്നു. അർജുൻ എന്താ ഇത് പറയുന്നത് എന്ന് പറയുന്നു. നന്നായിട്ടുന്ന കാര്യം പറയുന്നു. ശരി ഓക്കെ എന്ന് പറയുന്നു. ഇപ്പോൾ ഹീറോയുടെ മുമ്പിനോട് പറയുന്നു, ഇത് പറഞ്ഞ പെണ്ണ് ചോദിക്കാം. അതും ഇവർ പറഞ്ഞു പോയിരുന്നു. അതായത് പി ടി സമ്മർ മമ്മിക്ക് കോൾ ചെയ്തിട്ട് പറഞ്ഞു, ജങ്കുക്ക് മമ്മി കോൾ ചെയ്തിട്ട് പറഞ്ഞു വീഡിയോ കോൾ ഓൺ ചെയ്തിരുന്നു. അവിടെ വെച്ച് ജങ്കുക്ക് പറഞ്ഞായിരുന്നു ജങ്കുക്ക് മമ്മിക്ക് ഓക്കെ ആണെന്ന്. ആ മമ്മിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഏതാ പെണ്ണ് ഇനി പറയാണ് വീട്ടുകാർ. ഫോട്ടോ ജങ്കുക്ക് ഓൾറെഡി ഹീറോയിൻ യഥാർത്ഥ ഫോട്ടോ എടുത്തായിരുന്നു. ജങ്കുക്ക് ഹീറോയിൻ്റെ ഫോട്ടോ പറഞ്ഞാൽ ഓൾറെഡി ജങ്കുവിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഫോട്ടോ എടുത്ത് ജങ്കുക്ക് ഫോട്ടോ എടുത്ത് അയച്ചായിരുന്നു. ഹീറോയിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, അത് അയച്ചായിരുന്നു. ഞങ്ങളുടെ മമ്മിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഡാഡി മമ്മിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇത് കാര്യം പറഞ്ഞു പോയിരുന്നു. അവൾക്ക് 18 വയസ്സായപ്പോൾ ഞാൻ മാരേജ് കഴിക്കാം എന്ന് ജങ്കുക്ക് പറയുന്നു. വിഷമിക്കാണ്ട് കോളേജിക്ക് ഞാൻ അവിടെ നിന്ന് ജോയിൻ ചെയ്യാം എന്ന് പറയാൻ ജങ്കുക്ക് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ എന്ന് ഹീറോയിൻ്റെ മമ്മി ഡാഡി പറയായിരുന്നു. ജങ്കു സ്മൈൽ ചെയ്ത് അവിടെ നിന്ന് പോയിരുന്നു. എല്ലാവരും ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. പാവം ഹീറോയിനും കേട്ടി പോയിരുന്നു. ഹീറോയിൻ്റെ മമ്മി പറയായിരുന്നു നല്ല ഫാമിലിയാണ് പറഞ്ഞത്, എനിക്കൊരുവിടെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഡാഡി മമ്മി പറയായിരുന്നു ശരി ഓക്കെ എന്ന് ഓക്കെ എന്ന് പറയായിരുന്നു. അതുമാത്രമല്ല ചക്കൊക്കെ പറയായിരുന്നു ഇത് എൻ്റെ ഗിഫ്റ്റാണ്, എൻ്റെ ഫ്യൂച്ചർ വൈഫ് കൂടെ കൗത്തിലുണ്ടാവണം എന്ന് പറഞ്ഞ് ജങ്കുക്ക് കൊടുത്തു പോയിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. ഹീറോയിൻ മമ്മി പറയുന്നു ഹീറോയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജോലിയായിട്ട് എൻജോയ് ചെയ്ത് വന്നായിരുന്നു. ക്ലാസ് ഇവക്കൊക്കെ ഡേയ്സ് പോകാൻ. ഇപ്പോൾ ഹീറോയിൻ്റെ 17 വയസ്സാവാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ മമ്മി പറയുന്നു എനിക്ക് ഗിഫ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞു. എന്താ മമ്മി ഇതാ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഹീറോയ്ക്ക് ജങ്കു കൊടുത്ത ഗിഫ്റ്റ് അവളുടെ ബർത്ത്ഡേ കൊടുക്കുന്നു. ഹീറോയിൻ്റെ മാരേജ് ഗിഫ്റ്റാണ് പറയുന്നു. ശരി ഓക്കെ ഹീറോയിന് കിട്ടായിരുന്നു. അതിൽ ഹീറോയ്ക്ക് അറിയില്ല ജങ്കുക്കിൻ്റെ നെയിമുണ്ട്. അതിൽ ഹീറോയിൻ്റെ പേര് ജങ്കുക്കിൻ്റെ നെയിമുണ്ട്. അതുമാത്രമല്ല അത് ജങ്കുക്ക് ഓൾറെഡി റെഡിയാക്കിയായിരുന്നു. ഹീറോയിൻ്റെ പേര് വെച്ചിട്ട് ജങ്കുക്ക് ചെയ്തതായിരുന്നു. ജങ്കുക്ക് ഇതെല്ലാം ചെയ്യണമെന്നായിട്ട് അറിയാം. മാലയിൽ നെയിംസ് കൊടുത്തത് ചെയ്യാൻ ജങ്കുക്കാണ് ചെയ്തത്. ജങ്കുക്ക് സ്മൈൽ ചെയ്തായിരുന്നു. ജങ്കുക്ക് ഹാപ്പി ആയിരുന്നു. ജങ്കുക്ക് സോങ്സിൽ കഴിഞ്ഞ് ജങ്കുക്ക് കുറേ ഇപ്പോൾ ഇങ്ങനെ ഹീറോയിൻ മമ്മിയുടെ ഡാഡി കോൾ ചെയ്ത് പറയുന്നു. ഇപ്പോൾ കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് 18 വയസ്സായി. മമ്മി എന്താ മമ്മി ഇനി എൻ്റെ ബർത്ത്ഡേ 18 വയസ്സ് എന്താ മമ്മി ഹീറോയിൻ്റെ ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞായിരുന്നു. രാവിലെ ആയിരുന്നു, നല്ല ഉറക്കമായിരുന്നു. മോളെ എന്താ മമ്മി വേഗം റെഡി ആയിക്കോ പ്രിയ എന്ന് പറഞ്ഞു. ഹീറോയിൻ
വീടെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്ന ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. നല്ല ഉറക്കമായിരുന്നു. രാവിലെ ഹീറോയിനെ റെഡിയാക്കാൻ തുടങ്ങിയായിരുന്നു. സാരി എടുത്ത് ഹീറോ കൈ നോക്കും മൈലഞ്ച് അത് കയറുന്നു. ഷോക്കായിരുന്നു. മമ്മി എപ്പോൾ വന്നു എന്ന് പറയാം. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് ഹീറോയിനെ റെഡിയാക്കായിരുന്നു. എല്ലാ ചടങ്ങും ഉണ്ടായിരുന്നു. ഹീറോ കൺഫ്യൂസ് ആയിട്ടുണ്ടായിരുന്നു. ഹീറോയ്ക്ക് അറിയില്ല മാരേജ് എന്ന്. ഹീറോയിൻ മണ്ടപത്ത് നീ ഹീറോയിനെ കൊണ്ടുപോയി നിൻ്റെ മാരേജാ എല്ലാം ഇതായിട്ട് പിടിക്കുമോ എന്ന് പറയുമ്പോൾ ഹീറോ ഷോക്ക് മാരേജാ അതൊന്നും പറയണ കേൾക്കില്ല. അമ്മ എന്ത് ചെയ്യാറില്ല. ഹീറോയിനെ വെറുതെ മണ്ഡപത്തിൽ ഇതായിരുന്നു. ചങ്കുക്ക് പറയായിരുന്നു. ഹീറോയിനൊക്കെ താലി കെട്ടിയായിരുന്നു. എല്ലാ ചടങ്ങായിരുന്നു. ഹീറോ ഇതാക്കായിരുന്നു. ഒരുമാതിരി ഹാപ്പി സ്മൈൽ ചെയ്ത് പറയായിരുന്നു. ഹീറോ സാഡായിരുന്നു മനസ്സിലുള്ളിൽ. എല്ലാവരോടും സ്മൈൽ ചെയ്ത് ആക്ടിങ് ചെയ്തായിരുന്നു. ഹീറോ എല്ലാം ആയതായിരുന്നു. ഭയങ്കര സൂചി സാഡായിരുന്നു. ഹീറോയായിരുന്നു. പിന്നെ കുറച്ച് ചടങ്ങുണ്ടായിരുന്നു. റിങ് കിട്ടുന്നത് മതി. ഹീറോ ചങ്ക് താലി കെട്ടിയപ്പോൾ ചങ്കുക്ക് പോയി ഹീറോയിനെ നോക്കാൻ പറയുന്നു. ഹീറോ ഷോക്കായിരുന്നുണ്ട്. ചങ്കു ഹീറോ എടുക്കുക ക്ലിയർ എന്ന് പറഞ്ഞാൽ ഹീറോ ചങ്കൊക്കെ ഷോക്കായിരുന്നു. ഇത് റിയൽ ആണോ എന്ന് പറഞ്ഞാൽ ചങ്കൊക്കെ അതിൽ പറയുന്നത് ഷോക്കായിരുന്നു ഹീറോയ്ക്ക്. ചടങ്ങ് അത് ഇതെല്ലാം കഴിഞ്ഞ് റിങ് എടുക്കാൻ പറയുന്നു. ഹീറോ റിങ് എടുത്ത് ചങ്കുക്കിന് നോക്കി ചിരിക്കായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. ഹീറോ റൂമിൽ പോകാൻ അയച്ചായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ചെറുക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അങ്ങനായിട്ട് ഹീറോ അതെ റൂമിൽ പോയിരുന്നു. അതേമാതിരി ഒരു റെഡ് ഡ്രസ്സ് അത് പറഞ്ഞ് ചങ്കൊക്കെ ഹീറോയ്ക്ക് മേത്തി ആദ്യം കുറച്ച് ഡിസൈൻ വരച്ച് വരാണ്. ഹീറോയും ഇങ്ങനെ റൂമിൽ വന്നായിരുന്നു. ഹീറോയ്ക്ക് ചെറുക്ക് കിട്ടായിരുന്നു. ചങ്ക് സ്മൈൽ ചെയ്ത് ഹീറോയിന് സംസാരിച്ചായിരുന്നു. ഹീറോയിൻ പറയായിരുന്നു. ഇങ്ങനെ വെച്ച് ഹീറോയിന് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് കൊറിയയിൽ പോയിരുന്നു. പിന്നെ കൊറിയ കോളേജ് ഹീറോയി പഠിച്ചു കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി നന്നായിട്ട്. ഇപ്പോൾ ഹീറോയ്ക്ക് ബേബീസ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ബേബീസ് ജനിച്ചായിരുന്നു. 2 ബോയ് 2 ഗേൾസ് ബേബി. ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ചങ്കൊക്കെ പറയായിരുന്നു. ബേബീസ് പറയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുക. ഹീറോയ്ക്ക് ടെൻഷനാണ്. പറഞ്ഞേക്ക് നിങ്ങൾ 4 പേർക്ക് അടി കൊടുക്കും മമ്മി അടി കൊടുക്കുക എന്ന് പറഞ്ഞ് ഹീറോ ഹാപ്പി ഫാമിലി ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങനെ ഓടി കളിക്കും. ഹീറോയുടെ ചേട്ടൊക്കെ ഭയങ്കര ഫാമിലീസൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ജോലിയായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയാണ്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ് കണ്ട് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് സ്റ്റോറി കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ സി യു.